അർബൻ മാവോയിസ്റ്റ് നിരോധിത ഭീകര ഗ്രൂപ്പ് ബന്ധങ്ങളിൽ കൂടുതൽ പേരെ നിരീക്ഷിക്കുകയാണ് NIA. ഭീകരവാദ കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചവരെ മഹത്വവൽക്കരിച്ചുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ UAPA കേസുകളിൽ പ്രതികളായിരുന്നവരുമുണ്ടെന്ന് കണ്ടെത്തൽ. ഇതിനിടെ പാലക്കാട് A. ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യകണ്ണി ഷംനാദിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വീണ്ടും NIA കസ്റ്റഡിയിൽ വാങ്ങി. വിവരങ്ങളുമായി നിഷ ചേരുന്നുണ്ട്. നിഷ, ഈ ഭീകരവാദ ഗ്രൂപ്പുകളോട്, ഭീകരത പടർത്തുന്ന ഗ്രൂപ്പുകളോട് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുകയാണ് NIA. അർബൻ മാവോയിസ്റ്റ് ഈ ബന്ധങ്ങളിൽ ഇതിൽ ഉൾപ്പെട്ടവരെ കർശനമായി നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് NIA ഒരുക്കുന്നത്. വിവരങ്ങൾ നിഷ, കേൾക്കാമോ? നേരത്തെ സിദ്ദിഖാപ്പനെ ഉൾപ്പെടെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പഹൽഗാമിന്റെ തൊട്ടുപുറകെ പൂനെയിൽ നിന്നും അറസ്റ്റ് ചെയ്ത എറണാകുളം സ്വദേശി അർബൻ മാവോയിസ്റ്റാണ്. ഇയാളുടെ പ്രവർത്തനങ്ങളിലടക്കം, ഇയാളെ അടക്കം നിരീക്ഷിച്ചതിൽ നിന്നാണ് വളരെ കൃത്യമായി അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ സംസ്ഥാനത്ത് സജീവമാണ് എന്ന വിലയിരുത്തൽ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ NIA നിരീക്ഷണം കർശനമാക്കുന്നത്? നിഷ, നീലിമ, രാജ്യവിരുദ്ധ പ്രചാരണങ്ങളിൽ അർബൻ മാവോയിസ്റ്റ് റജാസം സിദ്ദിഖ് അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെയാണ് NIA കൂടുതൽ പേരെ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു എന്നതിന് തെളിവുകൾ പുറത്തു വരുന്നത്. ഇവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ UAPA കേസുകളിലും ഒപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രചാരണങ്ങളും അർബൻ മാവോയിസ്റ്റ് സംഘങ്ങളെ NIA പിടിമുറുക്കിയിരിക്കുന്നു എന്ന കാര്യം തെളിവ് സഹിതം പുറത്തു വരുന്നത്. എന്തായാലും UAPA കേസിൽ ജയിലിലായിരുന്ന സിദ്ദിഖാപ്പന്റെ സുഹൃത്ത് റാസിഖ് റഹീം അടക്കം നിരീക്ഷണത്തിലാണ്. UAPA തടവുകാരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് തടവറക്കാലം എന്ന പേരിൽ റാസിഖ് റഹീം പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. പാനായിക്കുളം സിമി കേസിൽ പ്രതിയായിരുന്ന റാസിഖ് റഹീമിന് PFI നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. ഇത്തരത്തിൽ PFI നേതാക്കളുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെയാണ് NIA നിരീക്ഷണത്തിൽ. അർബൻ മാവോയിസ്റ്റ് നിരോധിത ഭീകര ഗ്രൂപ്പ് ബന്ധങ്ങളിൽ കൂടുതൽ പേരെ നിരീക്ഷിക്കുകയാണ് NIA. കൊച്ചിയിൽ നിന്നും നിഷയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.